പോയി വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്ന് 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നു. ഇനി വേണം ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഗാർലിക് ടൊമാറ്റോ ആണ്. ഇങ്ങനെ ഒരു റെസിപ്പി ഇല്ല, ഇത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ചിക്കൻ ബ്രസ്റ്റ് 2ആയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് കുനുകുനാന്ന് ഇങ്ങനെ കുറച്ച് കുത്തിട്ട് കൊടുക്കുക, കാരണം ഉപ്പും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക 2 സൈഡിലും. അതിനുശേഷം ഇടിച്ച മുളക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ സവാള ആവശ്യത്തിന് അരിഞ്ഞെടുക്കുന്നു. അപ്പോൾ വെളുത്തുള്ളി വേണം നമ്മൾ ആദ്യം ഓയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം അത് മാറ്റി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ചെറുതായിട്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അധികം ഡീപ്പ് ഫ്രൈയിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കുക്കാകാൻ വേണ്ടി മാത്രം 2 സൈഡും ഒന്ന് മറിച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഗാർലിക് ഇട്ട് ഒന്നും കൂടി സെറ്റാക്കുന്നു. അതിനുശേഷം സവാള ഇടുന്നു. രണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. കുറച്ച് ഗരം മസാല ഇടണം. അതിനുശേഷം പിന്നെ നമ്മൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് തക്കാളി പേസ്റ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. ശരിക്കും മിക്സ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമ്മൾ ചിക്കനിൽ നല്ല വരയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ മസാലയൊക്കെ ഇറക്കി വെക്കുക. എന്നിട്ട് ഒന്ന് അടച്ചൊക്കെ വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുന്നു പിന്നെയും. അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ചോറ് കൂട്ടി കഴിക്കാം. ചോറേ ഉള്ളൂ, അതുകൊണ്ട് ചോറ് കൂട്ടി കഴിക്കുന്നു. അങ്ങനെ ഉച്ചഭക്ഷണം സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. ചോറ് കൂട്ടി കഴിക്കാന്നുള്ളത് അടിപൊളിയാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള കാരണം പ്ലേറ്റ് ഫുള്ള് ഞാൻ തീർത്ത്. ഇനി വേണമെന്ന് റെസ്റ്റ് എടുക്കാൻ. രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ളതാണല്ലോ.